ഹലോ. അപ്പോൾ എല്ലാവർക്കും ധ്വനിദ്രോൻ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ നമ്മുടെ CV അല്ലെങ്കിൽ ബയോഡാറ്റയോ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മുടെ മൊബൈലിൽ ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോ കാണണമെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് CV മേക്കർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾ റെസ്യൂം CV മേക്കർ എന്ന് പറഞ്ഞാൽ അത് ആ സ്ക്രീനിൽ കാണുന്നത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നീട് നമുക്കത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാൻ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അത് ഓപ്പൺ ആയിട്ട് വരട്ടെ. ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ വരുമ്പോൾ അതിൽ ആദ്യം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയിമൊക്കെയോ ചോദിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ നെയിം അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ്, അതിനുശേഷം നമ്മുടെ മെയിൽ ID, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ, ഇത് ആദ്യം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലിത് ഇങ്ങനെ കാണാം. അപ്പോൾ അതിൽ നമ്മൾ ഫോട്ടോ കൊടുക്കണമെങ്കിൽ ഫോട്ടോ കൊടുക്കുക. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്തൊക്കെയാണ് അടിച്ചു കൊടുക്കുന്നത്. അത് അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ആഡ് അമർത്താം. അപ്പോൾ അതിന് ശേഷം നമ്മുടെ നാഷണാലിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ അടിച്ചു കൊടുക്കുക. ഇന്ത്യൻ അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആഡ് അമർത്താം. പിന്നെ നമ്മൾ മാരേജ് ആണോ അൺമാരീഡ് ആണോ എന്ന് ചോദിക്കുന്നത്. ഞാനിവിടെ മാരീഡ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ മാരീഡോ അൺമാരീഡോ അടിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ ആഡ് അമർത്താം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ റിലീജിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഹിന്ദു അടിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മുടെ പാസ്പോർട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓണാക്കി അടിച്ചു കൊടുക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ജെൻഡറാണ്. ജെൻഡർ നമ്മൾ അടിച്ചു കൊടുക്കുക. മെയിലാണോ ഫീമെയിലാണോ എന്ന് നമുക്ക് ജെൻഡർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് അവിടെ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഓണാക്കിയിട്ട് അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്ലേസ്, പിന്നെ നമുക്ക് സാലറി എത്ര പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അവിടെ ഫോട്ടോൻ്റെ അവിടെ ഒരു രൂപം കണ്ടില്ലേ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നേരെ നമ്മുടെ ഇമേജോ അല്ലെങ്കിൽ ഗാലറിയിലേക്ക് പോകും. അപ്പോൾ അവിടെ ഏതെങ്കിലും അനുസരിച്ച് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇമേജ് പാസ്പോർട്ട് സൈസ് പോലെ ആഡ് ചെയ്യാം. ഇവിടെ തിരിച്ചൊരു ബ്ലാക്ക് കളർ വെറുതെ ബ്ലാങ്ക് ആക്കി ഇട്ടിക്കാണ്. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷനാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ അടിച്ചു കൊടുക്കുക. അവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഏത് കോഴ്സാണ് നമ്മൾ പഠിച്ചിരിക്കണതെന്ന് വെച്ചാൽ ആ കോഴ്സ് അടിച്ചു കൊടുക്കുക. നമ്മൾ സ്കൂളോ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് ഇയറാണ് പഠിച്ചത് ആ ഇയർ അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്കവിടെ ഗ്രേഡ് സ്കോർ അതുണ്ട്. അപ്പോൾ നമ്മുടെ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു നമ്മുടെ സ്കോർ അത് വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക. വേണമെങ്കിൽ വെച്ചാൽ അത് ഓപ്ഷനലാണ്. അത് വേണമെങ്കിൽ അടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഇയർ മാത്രമായിട്ടും ടൈപ്പ് ചെയ്താൽ മതി. അതെല്ലാം ഫില്ല് ചെയ്തു. അതിനുശേഷം ആഡ് വീണ്ടും കൊടുക്കുക. നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നമ്മളിപ്പോൾ BCom കഴിഞ്ഞ് MCom പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ഗ്രാജുവേഷൻ ആയാലും നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. സേവ് കൊടുത്ത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം മാത്രമായാലും അടിച്ചാൽ മതി. അതിനുശേഷം രണ്ടാമത് കുറച്ച് കോഴ്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് എന്ന് കൊടുത്താൽ മാത്രമേ വീണ്ടും വരുള്ളൂ. അത് സേവ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കോളം ഫുള്ളും കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ സേവ് കൊടുത്തു. അതിനുശേഷം നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ ജോലിക്കോ പോയിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ നെയിം, എന്ത് ജോലിയായിരുന്നു, അത് എത്ര നാൾ പോയി, അതായത് അത് ആ ജോലിക്ക് നമ്മൾ കയറിയതും ആ ജോലിയിൽ നിന്ന് ഇറങ്ങിയ വർഷമാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, ആ കമ്പനീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും സേവ് കൊടുത്തു. ഇനി വീണ്ടും നമ്മൾ വേറെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആഡ് കൊടുത്താൽ വീണ്ടും നെക്സ്റ്റ് കമ്പനി വരും. അത് കഴിഞ്ഞ് പിന്നെ സ്കിൽസാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്കിൽസിൽ നമ്മുടെ കഴിവുകളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗുഡ് മാനേഴ്സ് അടിക്കാം,
അതേപോലെ തന്നെ അടുത്ത രണ്ടാമത്തേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ അടുത്ത വേറെ ഏതെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ചോദിക്കാം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ടീം വർക്കിംഗ് കൊടുക്കാം. അതേപോലെ തന്നെ 3 ആഡ് കൊടുക്കുക. അപ്പോൾ 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 4 നമുക്ക് നന്നായി ഡ്രൈവിംഗ് അറിയാമെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അല്ല നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് അതൊക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് അവിടെ 5 കോളുണ്ട്. അപ്പോൾ അത് 5 നമുക്ക് എത്ര ഉള്ളതെന്ന് വെച്ചാൽ അത്രയും കൊടുത്താൽ മതി. ഒരെണ്ണം ഉള്ളതെന്ന് വെച്ചാൽ ഒരെണ്ണമായാലും കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമ്മളത് സേവ് കൊടുക്കുക. പിന്നെ ആഡ് കൊടുക്കണ്ട. പിന്നെ നമ്മളത് നേരെ സേവ് കൊടുക്കുക. ഇപ്പോൾ സ്കില്ല് 4ൻ്റെ അവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ അടിച്ച് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതെന്തായാലും കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സേവ് കൊടുക്കുക. അതിന് ശേഷം പിന്നെ ഒബ്ജക്റ്റീവ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. റെഫറൻസ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അതായത് നമ്മുടെ ബയോഡേറ്റയിൽ ഇത്രയും കോളംസ് ആയിട്ട് കുറച്ചധികം കിടക്കുകയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒക്കെ ആഡ് ചെയ്യാം. അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ പരസ്യം വരും. പരസ്യം കഴിയുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. താഴെ ക്ലോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് അമർത്തി കഴിയുമ്പോൾ പരസ്യം കഴിഞ്ഞ് കുറച്ച് ഫോർമാറ്റിൽ വരും നമ്മുടെ ബയോഡേറ്റ ഏത് രീതിയിൽ വരേണ്ടതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമാറ്റാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഫോർമാറ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ബയോഡേറ്റ കറക്റ്റായിട്ട് വന്നിരിക്കും. അപ്പോൾ നമ്മളത് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അത് ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയൽ മാനേജറിൽ അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ബയോഡേറ്റ അടിച്ചു കൊടുത്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ബയോഡേറ്റ വീട്ടിൽ തന്നെ അടിച്ചു കൊടുത്ത് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.